കോടശ്ശേരി പഞ്ചായത്തിലെ കമ്മളത്ത് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കുടുംബക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഒരാൾ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ക്ഷേത്രഭരണം സംബന്ധിച്ച തർക്കമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. പോട്ട സിഗ്നൽ ജംഗ്ഷൻ അടച്ചു. അപകട മരണങ്ങൾ തുടർക്കഥയായതോടെയാണ് സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായത്. കാട്ടുകൊമ്പൻ ഏരാറ്റുമുഖം ഗണപതി ആരോഗ്യം വീണ്ടെടുത്തു. കാലിലെ മുറിവ് പൂർണ്ണമായും ഭേദമായി. കാലിലെ മുറിവ് രൂക്ഷമായതിനെ തുടർന്ന് മയക്കുവെടി നൽകി ചികിത്സ നൽകാൻ വനംവകുപ്പ് പദ്ധതിയിട്ടിരുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോടശ്ശേരി പഞ്ചായത്തിലെ കമ്മളത്ത് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കുടുംബക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പ്രസ്തുത കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരാൾ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അടൂപ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുടുംബക്ഷേത്രോത്സവത്തിനിടെയാണ് സംഭവം. തിങ്കളാഴ്ച രാവിലെ അമ്പലത്തിൽ വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി സ്വയം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ 3 പേർക്കും കൂടി പൊള്ളലേറ്റു. ചന്ദ്രനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രന് 60% പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റുള്ളവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ക്ഷേത്രഭരണം സംബന്ധിച്ച തർക്കമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പറയുന്നത്. ചാലക്കുടി പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. പോട്ട സിഗ്നൽ ജംഗ്ഷൻ അടച്ചു. അപകട മരണങ്ങൾ തുടർക്കഥയായതോടെയാണ് സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിച്ചപ്പോൾ ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടയ്ക്കുവാൻ നിർദ്ദേശിച്ചെങ്കിലും പരിസരവാസികളുടെ പ്രതിഷേധം മൂലം അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. ദേശീയപാത അധികൃതരുടെയും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ദേശീയപാതയിലേക്കുള്ള 2 വശത്തെയും പ്രവേശനം അടച്ചിരിക്കുന്നത്. RSS ചാലക്കുടി നഗർ ശാരീരിക് പ്രമുഖ് NA അനീഷ് മാർച്ച് 13-ാം തീയതി ഇവിടെ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് BJPയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സിഗ്നൽ ജംഗ്ഷൻ അടച്ചു. പ്രതിഷേധത്തെ തുടർന്ന് MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും നാട്ടുകാരുടെയും ബസ് ഉടമകളുടെയും മറ്റും യോഗം വിളിച്ചുകൂടിയ ശേഷമാണ് തിങ്കളാഴ്ച രാവിലെ പോട്ട ആശ്രമം റോഡിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും വരുന്ന പഴയ ദേശീയപാതയിൽ നിന്നുള്ള പ്രവേശനം അടച്ചത്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായി സിഗ്നലിന്റെ സമയം കൂട്ടുന്ന കാര്യം ദേശീയപാത അധികൃതരുമായി സംസാരിച്ച് തീരുമാനിക്കുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. സിഗ്നൽ ജംഗ്ഷനിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞു. ടെൻഡർ നടപടികളും പൂർത്തിയായി വരുന്നു. മറ്റിടങ്ങളിലെ അടിപ്പാതയുടെ നിർമ്മാണത്തോടൊപ്പം ഇവിടെയും നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ ചെയർമാൻ എബി ജോർജ്, കൗൺസിലർമാരായ വത്സൻ ചമ്പക്കര, ലിബി ഷാജി, SHO സജീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവേശനം അടച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. കാട്ടുകൊമ്പൻ ഏരാറ്റുമുഖം ഗണപതി ആരോഗ്യം വീണ്ടെടുത്തു. കാലിലെ മുറിവ് പൂർണ്ണമായും ഭേദമായി. കാലിലെ മുറിവ് രൂക്ഷമായതിനെ തുടർന്ന് മയക്കുവെടി നൽകി ചികിത്സ നൽകാൻ വനംവകുപ്പ് പദ്ധതിയിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഗണപതിയെ പൂർണ്ണ ആരോഗ്യത്തോടെ കണ്ടത്. തിങ്കളാഴ്ച വെട്ടിക്കുഴി പച്ചക്കാട് ഭാഗത്ത് ആനയെത്തി. ഇതോടെ ആനയെക്കുറിച്ചുയർന്ന ആശങ്കകൾ ഇല്ലാതായി. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി. തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഉള്ളത്. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ശാസ്താവിൻ്റെ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴി പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിൻ്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മുല്ലമുട്ടിൻ്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും.
വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-നും വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ് ആഘോഷിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് ഊന്നൽ നൽകിയുള്ള 2025-26 സാമ്പത്തിക വർഷത്തെ പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 34,36,31,049 രൂപ വരവും 33,70,32,384 രൂപ ചെലവും 65,98,665 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അവതരിപ്പിച്ചു. ഫണ്ടും സംസ്ഥാനാവിഷ്കൃത ഫണ്ടും ഒഴികെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും 66 ലക്ഷം. മറ്റ് സർക്കാർ ഏജൻസിയിൽ നിന്നുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും 1,25,00,000. സംയോജിത പദ്ധതികൾക്കുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം 5,75,00,000. മറ്റ് പ്രത്യേക ഉദ്ദേശ പദ്ധതികൾക്കുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും 15 ലക്ഷം. ടോട്ടൽ 15,90,68,000. ഉൽപാദന മേഖല 1,45,82,895 രൂപ, സേവന മേഖല 12,14,97,492 രൂപ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 3 കോടി, പബ്ലിക് ക്രിമിറ്റോറിയം 1 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, നിർവഹണ സമിതി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ആളൂർ സ്വദേശി വട്ടപ്പറപ്പറമ്പിൽ അമീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളൂർ പൊരുന്നംകുന്ന് പൊന്മിനിശ്ശേരി വീട്ടിൽ ജിൻഡോ ജോണിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലു എന്ന അരുൺ, ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജനിൽ, ആളൂർ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിഖ് എന്നിവരെ കൃത്യം നടന്ന സ്ഥലത്തേക്ക് വാഹനത്തിലെത്തിക്കുകയും കൃത്യത്തിനു ശേഷം ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തതിനാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് എന്നിവരുടെ സംഘം പിടികൂടിയത്. തിരുത്ത ചെറുപിള്ളി തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വലിയ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി കൊരട്ടി രാമൻ, ചെറുശ്ശേരി കുട്ടന്മാരാർ, ചോറ്റാനിക്കര സുഭാഷ് നാരായണമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം, പഞ്ചവാദ്യം എന്നിവ നടന്നു. ചിറക്കൽ പരമേശ്വരൻ തിളമ്പേറ്റി. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ചെയർമാൻ മഹൽ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് റഫീഖ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ ക്ലാസ് നയിച്ചു. ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, അബ്ദുൽ അസീസ് നിസാമി, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗൈസാബ്, മഹൽ സെക്രട്ടറി ബഷീർ ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിൽപ്പനയിലും ഉപയോഗത്തിലും പിടിക്കപ്പെടുന്നവർ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യം കുറ്റകൃത്യം ആവർത്തിക്കാൻ കാരണമാകുന്നു. നിശ്ചിത അളവിൽ ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെക്കുന്നവർക്ക് ജാമ്യം ലഭിക്കുന്ന നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തി കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ചെയർമാൻ മസ്ജിദ് യുവജന കൂട്ടായ്മ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
സ്വജന സമുദായ സഭ പറവൂർ യൂണിയൻ 11ാമത് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് പി കെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജയപ്രസാദ് അധ്യക്ഷനായി. സ്വജന സമുദായ സഭ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശോഭ സുരേഷ്, ചെറായി ശാഖ പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ, അടുവാശ്ശേരി ശാഖ പ്രസിഡന്റ് ഡോക്ടർ ശശി, എം ഡി വേണു, എ ശശീധരൻ, എം കെ സുഭാഷ്, കെ വി സുരേഷ്, പത്മിനി ദിനേശൻ, ടി പി സുബ്രഹ്മണ്യൻ, മിനി ഹരി, കെ പി അനിൽ, വത്സകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. പൊരുന്നക്കുന്നിൽ നടത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രതി സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപന ചടങ്ങിൽ ആളൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ബോർഡ് മെമ്പർ GH ഗോപി, ആശാവർക്കർമാരായ മോളി കുര്യൻ, മിനി ജോണി, ഹരിതകർമ്മ സേനാംഗം മിനി ഷാജി, അങ്കണവാടി വർക്കർ ശോഭന, തൊഴിലുറപ്പ് മേറ്റ് മഞ്ജു എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ആനന്ദാദർശ പ്രചരണ പദ്ധതിയുമായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാൻ കൊല്ലങ്കോട് ചേർന്ന ശിവയോഗി ദർശന സംസ്ഥാനതല കൂട്ടായ്മ തീരുമാനിച്ചു. VN സുജയ ഉദ്ഘാടനം ചെയ്തു. CP കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. പ്രഭാകരൻ പഴശ്ശി, CK വേലായുധൻ, KA ചാമുണ്ണി, ശിവരാമൻ പട്ടഞ്ചേരി, സുരേന്ദ്രൻ ആയക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇയങ്കോട് ശ്രീധരൻ പ്രസിഡന്റായും S രമണൻ സെക്രട്ടറിയായും ശിവയോഗി സ്മാരക സൊസൈറ്റി രൂപീകരിച്ചു. ആദ്യമായിട്ട് വേണ്ടത് ഈ മതത്തിന്റെ ചട്ടക്കൂടിനകത്തുള്ള മാറ്റം. ആ മതത്തിന്റെ ചട്ടക്കൂടിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബുദ്ധന്റെ കാലഘട്ടം മുതൽ ജൈനനും ബുദ്ധനും അവരൊക്കെ തുടങ്ങി, ചാവാകന്മാരൊക്കെ തുടങ്ങിയിട്ട്. അതുപോലെ മറ്റു പല പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു. കബീറും എല്ലാവരും കൊണ്ടുവന്നിരുന്നത് ഈ രീതിയിലെ ചിന്തകളായിരുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ എന്ന് പറയുന്നതും നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നത് വരേണ്യ വിഭാഗത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ദാർശനികന്മാരായിരുന്നു രംഗത്തേക്ക് വന്നിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോടശ്ശേരി പഞ്ചായത്തിലെ കമ്മളത്ത് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കുടുംബക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഒരാൾ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ക്ഷേത്രഭരണം സംബന്ധിച്ച തർക്കമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. പോട്ട സിഗ്നൽ ജംഗ്ഷൻ അടച്ചു. അപകട മരണങ്ങൾ തുടർക്കഥയായതോടെയാണ് സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായത്. കാട്ടുകൊമ്പൻ ഏരാറ്റുമുഖം ഗണപതി ആരോഗ്യം വീണ്ടെടുത്തു. കാലിലെ മുറിവ് പൂർണ്ണമായും ഭേദമായി. കാലിലെ മുറിവ് രൂക്ഷമായതിനെ തുടർന്ന് മയക്കുവെടി നൽകി ചികിത്സ നൽകാൻ വനംവകുപ്പ് പദ്ധതിയിട്ടിരുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.